നമസ്കാരം. വീക്കെൻഡ് അറേബ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അധികാരം യുവതയ്ക്ക് കൈമാറുക, കേൾക്കാൻ ഇമ്പമുള്ള കാര്യം. എന്നാൽ അധികാരം കൈപ്പിടിയിൽ നിലനിർത്താനാണ് ഏവർക്കും താല്പര്യം. അതിനിടയിലാണ് ഖത്തറിലെ അധികാര കൈമാറ്റം അറബ് ലോകത്തിന് ഒന്നാകെ മാതൃകയാകുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമൻകാർ ഖത്തറിൽ നിന്നും പുറത്തു പോയപ്പോൾ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അൽഥാനിയെ ഖത്തറിന്റെ രാജാവായി ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു. അന്ന് അൽഥാനി കുടുംബം ഖത്തറിൽ 200 വർഷം പിന്നിട്ടിരുന്നു. തുടർന്ന് ഖത്തർ എന്ന രാജ്യം ഭരിച്ചു പോന്നത് ആൽഥാനി കുടുംബമായിരുന്നു. ഖത്തറിന്റെ ആധുനിക ചരിത്രത്തിൽ ആദ്യ സംഭവമാണ് ഇക്കഴിഞ്ഞ 25-ന് സാക്ഷ്യം വഹിച്ചത്. രാജഭരണം തുടരുന്ന രാജ്യങ്ങളിൽ ഒരു ഭരണാധികാരിയുടെ കാലാവധി അദ്ദേഹം മരിക്കുന്നതുവരെയോ അല്ലെങ്കിൽ സൈനിക അട്ടിമറിയുണ്ടാകുന്ന സമയം വരെയോ ആയിരിക്കും. എന്നാൽ ഖത്തറിൽ സംഭവിച്ചത് തികച്ചും വിപ്ലവകരമായ മാറ്റം തന്നെയാണ്. പല കാരണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഖത്തർ അമീർ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രസക്തം. അധികാരം യുവാക്കളിലേക്ക് കൈമാറുക എന്ന ഉദ്ദേശത്തിലാണ് താൻ ഷെയ്ഖ് തമീം ബിൻ ഹമദിന് അധികാരം നൽകുന്നത് എന്നാണ് മുൻ അമീർ പറഞ്ഞത്. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനി അധികാരത്തിലെത്തിയതോടെയാണ് ഖത്തർ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയാകർഷിച്ച പല തീരുമാനങ്ങളും കൈക്കൊണ്ടത് ഷെയ്ഖ് ഹമദിന്റെ കാലത്താണ്. അറബ് നാടുകളിലെ പല രാജ്യങ്ങളിലും മുല്ലപ്പൂ വിപ്ലവത്തിന്റെ സുഗന്ധം വീശിയപ്പോൾ ഖത്തറിൽ അതിന്റെ അലയൊലികളൊന്നുമുണ്ടായില്ല. കാരണം ഖത്തറിലെ ജനങ്ങൾ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ ഭരണത്തിൽ അത്ര കണ്ട് തൃപ്തരായിരുന്നു. അറബ് വസന്ത വിപ്ലവം നടന്ന തുനീഷ്യയിലെയും ഈജിപ്തിലെയും ലിബിയയിലെയും വിപ്ലവങ്ങൾക്ക് കനത്ത പിന്തുണ നൽകിയതിനു പുറമെ വിപ്ലവാനന്തരം ഈ രാജ്യങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി കനത്ത നിക്ഷേപം നടത്താൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിച്ച അറബ് ഗൾഫ് രാജ്യം ഖത്തറാണ്. ഇതര രാഷ്ട്രങ്ങളിൽ ചിലതിനെക്കുറിച്ച് ഈജിപ്തിലെ പുതിയ ഭരണകൂടത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഇത് എന്നുകൂടി പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഖത്തറിനെ ലോകരാഷ്ട്രീയത്തിൽ ചർച്ചയാക്കുന്നതിൽ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ പങ്ക് വളരെ വലുതാണ്. ലഫ്റ്റനന്റ് കേണലായിട്ടായിരുന്നു അമീറിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. സൈനിക മേഖലയിൽ മികവിനെ തുടർന്ന് കമാൻഡർ ചീഫായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും തുടർന്ന് ഖത്തറിന്റെ സാമ്പത്തിക നേട്ടങ്ങൾക്കാധാരമായ സുപ്രീം പ്ലാനിംഗ് കൗൺസിൽ അംഗവുമായി. 1995-ൽ പിതാവും അമീറുമായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽഥാനി ജനീവയിൽ ടൂറിലായിരുന്നപ്പോൾ അട്ടിമറിയിലൂടെ അധികാരം നേടിയെടുത്തു. അധികാരത്തിലെത്തിയ അമീർ ജനാധിപത്യത്തിന്റെ ആദ്യ പടിയെന്നോണം ഭരണഘടനയുണ്ടാക്കുകയും നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. കാലാവസ്ഥാക്കെടുതിയിലും യുദ്ധക്കെടുതിയിലും ജീവിതം തകർന്ന അയൽരാജ്യങ്ങളെ അമീർ കണക്കിന് സഹായിച്ചു. വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിലും ഷെയ്ഖ് ഹമദ് വളരെ ക്രിയാത്മകമായ ചുവടുവയ്പുകൾ നടത്തി. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ശത്രുതയില്ലാത്ത രീതിയിലുള്ള ബന്ധം സൂക്ഷിച്ചു. അറബ് രാജ്യങ്ങളിലെ എല്ലാ വിപ്ലവങ്ങളുടെയും മുഖ്യ സഹായ രാജ്യമായി ഖത്തർ പ്രവർത്തിച്ചതും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. സുഡാൻ വിമതരും പ്രസിഡന്റ് ഒമർ അൽ ബാഷറും തമ്മിലുള്ള സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഫതക്, ഹമാസ് തുടങ്ങിയ പാർട്ടികളുമായി ഫലസ്തീൻ പ്രശ്ന പരിഹാരത്തിനായി വേദിയൊരുക്കുക, അവസാനമായി അഫ്ഗാനിസ്ഥാനും താലിബാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ കാലത്തായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും അമീറിന്റെ കാലത്ത് കൂടുതൽ വർദ്ധിച്ചു. ലോകത്ത് ഏറ്റവുമധികം പ്രകൃതിവാതക സമ്പത്തുള്ള രാജ്യങ്ങളിലൊന്നായി മാറാൻ കഴിഞ്ഞതും അമീറിന്റെ കാലത്ത് നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ആദ്യമായി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ ആൽ സാനിയുടെ ഭരണകാലത്താണ് ക്രിസ്തുമത അനുയായികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള ആരാധനാലയങ്ങളുടെ ഒരു സമുച്ചയം തന്നെ സ്ഥാപിക്കപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ ഇതര മത ജനവിഭാഗങ്ങളെ ക്ഷണിച്ചു വരുത്തി സംവാദങ്ങളും സമ്മേളനങ്ങളും പ്രസിദ്ധീകരണങ്ങളും നടക്കുന്ന ദോഹ അന്താരാഷ്ട്ര മതസംവാദ പഠന കേന്ദ്രത്തിന് ആരംഭം കുറിച്ചതും ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. ഖത്തറിന്റെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച ഒന്നാണ് അൽ ജസീറ ചാനൽ. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനി അധികാരത്തിലെത്തിയതിന്റെ 1 വർഷത്തിനുള്ളിൽ തന്നെ ചാനൽ തുടങ്ങാനായത് അമീറിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. അന്താരാഷ്ട്ര ചാനലായ BBC വരെ പിന്തള്ളി മുന്നേറാൻ ചുരുങ്ങിയ കാലം കൊണ്ട് അൽ ജസീറ ചാനലിന് കഴിഞ്ഞു. 3 ഭാര്യമാരിലായി 24 മക്കളാണ് ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിക്കുള്ളത്. അതിൽ 11 ആണും 13 പെൺകുട്ടികളുമാണ്.
ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫയുടെ രണ്ടാമത്തെ ഭാര്യ ഷെയ്ഖ മൂസ ബിന്ത് നാസർ അൽ മിസ്നദിൽ ജനിച്ച രണ്ടാമത്തെ മകനാണ് പുതുതായി അധികാരത്തിലെത്തിയ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി. അക്കാദമിക തലത്തിലും നയതന്ത്ര ബന്ധത്തിലും പിതാവിനൊപ്പം നിൽക്കുകയും നിർണായക ഘട്ടങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുക വഴി ഷെയ്ഖ് ഹമദിന്റെ പ്രീതി നേടിയെടുക്കാൻ ഷെയ്ഖ് തമീമിന് കഴിഞ്ഞു. പുതുതായി അധികാരത്തിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെ മുമ്പിൽ വളരെ നിർണായകമായ ദൗത്യമാണ് ഏൽപ്പിക്കപ്പെട്ടത്. പിതാവ് തുടങ്ങിവെച്ച ക്രിയാത്മക പ്രവർത്തനങ്ങൾ തുടരുന്നതിനോടൊപ്പം പുതിയ പദ്ധതികളും ആവിഷ്കരിക്കുക എന്നതായിരിക്കും വലിയ വെല്ലുവിളി. 33കാരനായ ഷെയ്ഖ് തമീമിന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഇംഗ്ലണ്ടിലായിരുന്നു. 2003 ജ്യേഷ്ഠൻ ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽ ഥാനി പിന്മാറിയതിനെ തുടർന്ന് ഖത്തറിന്റെ കിരീടാവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ടു. നിലവിൽ ഖത്തർ ഒളിമ്പിക് കമ്മിറ്റിയുടെ തലവൻ, ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ, ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫ്, 2022 ഫിഫ ലോകകപ്പ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ സുപ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നു. അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളിൽ പിതാവിന്റെ പാത തന്നെയായിരിക്കും ഷെയ്ഖ് തമീം പിന്തുടരുകയെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പ്രമുഖ മാധ്യമപ്രവർത്തകരും വിലയിരുത്തുന്നു. യുവാവായ അമീർ എന്ന നിലയിൽ യുവാക്കളുടെ ഉന്നമനത്തിനായി കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി സിറിയൻ പ്രശ്നമടക്കം അനേകം വിഷയങ്ങൾ കത്തിനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അധികാരമേറ്റെടുത്തത് പിതാവിൻ്റെ പാത പിന്തുടരുമോ അല്ല മറ്റൊരു രീതിയിലായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്നൊക്കെ അറബ് ഇസ്ലാമിക ലോകവും രാഷ്ട്രീയ ലോകവും ആകാംക്ഷയോടെയും ഉത്കണ്ഠയോടും കൂടിയാണ് ഉറ്റുനോക്കുന്നത്. മന്ത്രിസഭാ അഴിച്ചുപണിയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ നടക്കുക. നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫയെ പ്രധാനമന്ത്രിയാക്കിയതിലൂടെ വിപ്ലവകരമായ പല മാറ്റങ്ങളും ഇനിയും ഖത്തറിൽ പ്രതീക്ഷിക്കാം.